ആജ്യം എന്ന് പറഞ്ഞാൽ നെയ്യ് മുതലായവ. അപ്പം തസ്മാ, ആ യജ്ഞത്തിൽ നിന്ന് തൈര്, നെയ്യ് മുതലായവ വായവ്യാൻ, വായുവിൽ നിന്ന് ഉത്ഭവിക്കുന്നതും ആരണ്യാൻ, ആരണ്യം എന്ന് പറഞ്ഞാൽ വനം, വനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതും ഗ്രാമ്യയെ, ഗ്രാമങ്ങളിൽ ഉത്ഭവിക്കുന്നതും, അതായത് പശുക്കൾ ഉണ്ടാക്കപ്പെട്ടു ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു സിമ്പിൾ മീനിങ് എന്ന് പറയുന്നത്, ആ യജ്ഞത്തിലൂടെ ജീവജാലങ്ങൾ ഉണ്ടായി, ആ യജ്ഞത്തിലൂടെ ജീവജാലങ്ങൾ ഉണ്ടായി, ഭൗതിക പദാർത്ഥങ്ങളും ഉണ്ടായി, രണ്ട് കാര്യങ്ങളും ഉണ്ടായി എന്നാണ് അതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ളത്. പിന്നെ മറ്റൊരർത്ഥം, ആ യജ്ഞത്തിലൂടെ വേദങ്ങൾ ഉണ്ടായി. ഛന്ദാംസി യജ്ഞിരേ തസ്മാ നേരത്തെ പഠിച്ചിരുന്നത് അതാണ്. ഛന്ദാംസി എന്ന് പറഞ്ഞാൽ ഗായത്രി പോലുള്ള ഛന്ദസ്സുകൾ ഉണ്ടായി എന്നാണ് മറ്റൊരർത്ഥം. അപ്പോ തസ്മാത് യജ്ഞാത് സർവഹുത. നമ്മള് ഇതിപ്പോ 9ാമത്തെ ശ്ലോകം, 6ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? 6ാമത്തെ ശ്ലോകത്തിൽ വസന്തോ അസ്യ സീതാജ്യം ഗ്രീഷ്മശരദ്ഭി സപ്താസ്യാസൻ പരിതയ സപ്ത സമിത കൃത. അതാണ് പഠിച്ചത് നമ്മൾ. അതെന്താ പറഞ്ഞ? 3 കാലാവസ്ഥകൾ, ഗ്രീഷ്മം, ശരത്ത് തുടങ്ങിയ വസന്തം, ഈ 3 കാലാവസ്ഥ ഹോമദ്രവ്യങ്ങളിൽ നിന്നും അത് ഹോമദ്രവ്യങ്ങളായി മാറപ്പെട്ടു എന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ ഇപ്പൊ ഇവിടെ പറയുന്നത് ആ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ കാര്യമൊന്നും അല്ല ഇപ്പൊ പറയുന്നത്. തൈര്, നെയ്യ് മുതലായ കാര്യങ്ങൾ ജീവികൾക്കുള്ള ഭോജനദ്രവ്യങ്ങളാണ് ഈ യജ്ഞത്തിലൂടെ ഉണ്ടായി എന്നാണ്. അതിപ്പോ മനുഷ്യരായാലും ശരി മൃഗങ്ങളായാലും ശരി അവർക്കൊക്കെ വേണ്ടുന്ന ഭോജനദ്രവ്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നമ്മൾ യജ്ഞദ്രവ്യങ്ങളെയാണ് കണ്ടത്, നെയ്യ്, ഹവിസ്, ആജ്യം, ഇതൊക്കെയാണ്. ഇപ്പൊ നമ്മൾ കാണുന്നു തൈര്, നെയ്യ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ. അവ നിലനിൽക്കുന്നത് എവിടെയാണെന്ന് 3 സ്ഥലത്തായിട്ടാണ്. ആരണ്യങ്ങൾ, വനങ്ങളിൽ. അതെന്താണ് വനങ്ങളിലുള്ളത്? മൃഗങ്ങളാണ് കൂടുതലും. വായുവിൽ, അന്തരീക്ഷത്തിൽ ഒക്കെ ഉള്ളത് പക്ഷികളാണ്. ഗ്രാമങ്ങളിലുള്ളത് പശുക്കൾ പോലുള്ള മൃഗങ്ങൾ. അപ്പോ നെയ്യ്, തൈര് മുതലായ കാര്യങ്ങള്, പിന്നെ അതല്ലാതെ ആരണ്യങ്ങള്, വായു, ഗ്രാമങ്ങൾ, ഈ 3 സ്ഥലങ്ങളിലുണ്ടായ ജീവജാലങ്ങൾ. അപ്പൊ ചലിക്കുന്നതും ചലിക്കാത്തതുമായ കാര്യങ്ങൾ ആ യജ്ഞപുരുഷനിൽ നിന്നും ഉണ്ടായി. വായവ്യാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറവകളാണ്, അവരാണല്ലോ പറക്കുന്നത് വായുവിൽ കൂടെ. ആരണ്യാൻ, അപ്പൊ വേറൊരു കാര്യമുണ്ട്. ആരണ്യാൻ എന്ന് പറയുമ്പോൾ വളരെ അക്രമവാസനയുള്ള മൃഗങ്ങളായിരിക്കുമല്ലോ. സിംഹം, കടുവ, പുലി തുടങ്ങിയ മൃഗസമൂഹം അതുണ്ടായി. ഗ്രാമ്യത്തിലോ, ഗ്രാമങ്ങൾ, അവിടെ പശുക്കള്, പൂച്ച, കുതിര, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായി. ഇങ്ങനെയാണ് ഇവ പറഞ്ഞത്. തസ്മാത് സർവതുക സമൃതം പൃഷദാജ്യം പശൂകും സ്ഥാകും ചക്രേ വായവ്യാൻ ആരണ്യാൻ ഗ്രാമ്യാശ്ചയേ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വായവ്യാൻ, ആരണ്യാൻ, ഗ്രാമ്യാൻ, 3 തരത്തിലുള്ള കാളുകളെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അന്നത്തിൽ നിന്നാണ് പുല്ലുണ്ടാവുന്നത്. പുല്ല് അങ്ങനെ നിൽക്കുമ്പോൾ അതിനെ ആഹരിച്ച് അത് കഴിക്കുന്ന ഒരു ജന്തു, മാൻ എന്ന് കൂട്ടിക്കോ. മാൻ ആ പുല്ല് കഴിക്കുന്നു എന്ന് വെച്ചോളൂ. അപ്പോ ഈ പുല്ലിന്റെ പേര് മാറി മാനെന്നായി, രൂപവും മാറി. പുല്ല് തന്നെയാണ്
നാമവും രൂപവും മാറി മാനായിരിക്കുന്നു. പുലി ആ മാനിനെ അങ്ങ് കഴിക്കുക. അപ്പം മാൻ എന്നുള്ള രൂപവും ഇതും മാറി, നാമവും മാറി, അത് പുലിയായി മാറി. എല്ലാം അന്നത്തിൽ നിന്നാണ് ഉണ്ടായത്. അന്നത്തിൽ നിന്ന്. അന്നം എപ്പോഴും അന്നം തന്നെയാണ്, അതിന് മാറ്റമില്ല. മാറ്റം വരുന്നത് എങ്ങനെയാണ്? നാമരൂപാദികൾക്ക് മാറ്റം വരുന്ന പോലെ മാറുന്നു എന്നാണ്. ഇതിന് ഉപനിഷത്തിലൊരു വലിയ മന്ത്രമുണ്ട്. അതെന്താണ് മന്ത്രം? മന്ത്രം പറയുന്നത് ആത്മന ആകാശ സംഭൂത, ആത്മാവിൽ നിന്നും ആകാശമുണ്ടായി. ആകാശാത് വായു, വായുവിൽ നിന്നും ആകാശത്തു നിന്നും വായു ഉണ്ടായി. വായോരഗ്നി, വായുവിൽ നിന്ന് അഗ്നി ഉണ്ട്. അഗ്നേരാപഹ, അഗ്നിയിൽ നിന്ന് ജലമുണ്ടായി. ആഭ പൃഥിവി, ആ വെള്ളത്തിൽ നിന്നും ഭൂമി ഉണ്ടായി. പൃഥിവി ഓഷധേഭ്യ, ആ പൃഥ്വിയിൽ നിന്നും ഓഷധികൾ, ചെടികൾ ഉണ്ടായി. ആ ചെടികളിൽ നിന്നും അന്നം ഉണ്ടായി. അവസാനം ഉണ്ടായത് അന്നമാണ്. എവിടുന്നാ തുടങ്ങിയത്? ആത്മന, ആത്മനായിൽ തുടങ്ങി. ആത്മന ആകാശസംഭൂത, ആകാശാത് വായോ, വായോരഗ്നി, അഗ്നേരാപഹ, ആഭ പൃഥ്വി, പൃഥ്വി ഓഷധിഭ്യ, ഓഷധികളിൽ നിന്നും സസ്യങ്ങൾ അല്ലെങ്കിൽ അന്നമുണ്ടായി. ഓഷധി എന്നത് സസ്യങ്ങളാണ്, അതിൽ നിന്ന് അന്നമുണ്ടായി. അന്നം എന്ന് പറയുന്ന ഇവിടെ ധാന്യമൊന്നും എടുക്കാം, ഉണ്ടായി. ഇവിടെ അതാണ് പറഞ്ഞത്. ശ്ലോകം 6 എന്താ പറഞ്ഞത്? വസന്തം, ഗ്രീഷ്മം, ശരത്ത് ഇങ്ങനെയുള്ള ഋതുക്കൾ ഹോമദ്രവ്യങ്ങളായിട്ട് ഉപയോഗിക്കപ്പെട്ടു. ഇവിടെ ഉണ്ടാകപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് തൈര്, നെയ്യ്, പിന്നെ ഈ 2-3 സ്ഥലങ്ങളിൽ ആയിട്ട് ജനിച്ച മൃഗങ്ങൾ, ഇതൊക്കെ. അപ്പോ ഒന്ന് പ്രകൃതിയിൽ നിന്നാണ്. 6-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു, പ്രകൃതിയിൽ നിന്ന് ഉത്ഭൂതമായ കാര്യങ്ങളാണ് ഹോമിക്കപ്പെട്ടത്. ഇപ്പോഴോ ഇവിടെ ജീവജാലങ്ങളിൽ നിന്ന് ഉണ്ടായ ഇതാണ്. നമ്മൾ ആ നെയ്യ്, ആ പാല്, അതൊക്കെ തന്നെയാണ് ഹോമത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ള ഏതാണ്. മനുഷ്യന്റെ സൃഷ്ടി ഇതുപോലെ തന്നെയാണ്. ഇതിന് മറ്റുള്ളവരിൽ നിന്നും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. മൃഗങ്ങളുടേതായ ക്യാരക്ടറിൽ നിന്ന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് മനസ്സിലാക്കാൻ, മൃഗങ്ങൾക്ക് ശത്രുക്കളെയൊക്കെ നേരിടാനുള്ള എല്ലാ കരുത്തും ശക്തിയുമുണ്ട്. ശക്തിയും ബുദ്ധിയും ഒക്കെ ഉണ്ട്. അതിനൊക്കെ ആഹാരം കഴിക്കാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇണചേരാനുള്ള വൈഭവമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇത്രത്തോളം കാര്യങ്ങളൊന്നും മനുഷ്യനില്ലെങ്കിൽ പോലും ഈ മൃഗങ്ങൾക്കൊക്കെ അതീതമായ ഒരു വലിയ ശക്തി മനുഷ്യനുണ്ട്. ആ ശക്തിയാണ് മനുഷ്യനെ മനുഷ്യനായി നിലനിർത്തുന്നത്. ആ ശക്തിയുടെ പേരാണ് വിവേചന ശക്തി, വിവേകം. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള വിവേകശക്തി, സത്യവും അസത്യവും തിരിച്ചറിയാനുള്ള വിവേചന ശക്തി, ജഡവും ചൈതന്യവും തിരിച്ചറിയാനുള്ള വിവേകശക്തി. ഇങ്ങനെയൊക്കെയുള്ള ശക്തി, ധർമ്മവും അധർമ്മവും തിരിച്ചറിയാനുള്ള ശക്തി. അപ്പൊ വേണ്ടുന്നതും വേണ്ടാത്തതും നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കുന്ന, ആത്മതത്വത്തിലേക്ക്, ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്ന ശാശ്വതമായ കാര്യങ്ങൾ എന്ത്, അല്ലാത്തതെന്ത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേചന ശക്തി. അതിന്റെ പേരാണ് വിവേചനം. ആ വിവേചന ശക്തി, ഡിസ്ക്രിമിനേഷൻ, ആ ശക്തി വേറെ ആർക്കുമില്ല, മനുഷ്യന് മാത്രമുള്ളതാണ്. അങ്ങനെയുള്ള ആ മനുഷ്യന്റെ സൃഷ്ടിക്കോടൊപ്പം അതിനു മുമ്പായി ഈ കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞു വരുന്നത്. ആദ്യം ഋതുക്കളുടെ കാര്യം പറഞ്ഞു. ഋതുഭേദം ഉണ്ടെങ്കിലല്ലേ മനുഷ്യനെ പോലുള്ള നിലനിൽപ്പുള്ളൂ. അതിനുശേഷം മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ ആഹരിക്കാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള അന്നം, അതും ഇതും എല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെട്ട കാര്യങ്ങള്. പിന്നെ ഈ 3 സ്ഥലങ്ങളിലായിട്ട്, വായുവിലും ഭൂമിയിലും വനത്തിലും സൃഷ്ടി സംജാതമായ ജീവികളെക്കുറിച്ചും ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു, അത്രയേ ഉള്ളൂ. വേറെ ഒരു വലിയ കാര്യങ്ങളല്ല, അതൊന്ന് സൂചിപ്പിച്ചിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞു. അപ്പൊ അവ നിലനിൽക്കുന്നത് അരണ്യങ്ങള്, വായു, ഗ്രാമങ്ങൾ, ഈ 3 സ്ഥലങ്ങളിലായിട്ടാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ അതിനകത്ത് പ്രത്യേകം മനസ്സിലാക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അടുത്ത ശ്ലോകം വരുന്നത്, 10-ാമത്തെ ശ്ലോകം. ഒന്ന് വായിച്ചാട്ടെ.
തസ്മാദ് യജ്ഞാ സർവഹുതഃ ഋചഃ സാമാനി ജജ്ഞിരേ ഛന്ദാഗുംസി ജജ്ഞിരേ തസ്മാദ് യജോ തസ്മാദജായത. അതെ, സർവഹുത, സർവത്തിനെയും ഹോമിക്കുന്ന, സർവഹുത, സർവത്തിനെയും ഹോമിക്കുന്ന, തസ്മാത്, ആ അതിൽ നിന്നും, ആ യജ്ഞത്തിൽ നിന്നും, തസ്മാത് എന്ന് പറഞ്ഞാൽ ആ യജ്ഞത്തിൽ നിന്നും, സർവത്തിനെ ഹോമിക്കുന്ന ആ യജ്ഞത്തിൽ നിന്നും, ഋജസാമാനി, ഋക്കുകളും സാമങ്ങളും, ഇത് വേദങ്ങളുടെ കാര്യമാണ് പറയുന്നത്, ഋക്കുകളും സാമങ്ങളും, ഛന്ദാംസി അല്ലെങ്കിൽ വേദാംഗങ്ങളും യജ്ഞിരെ ഉണ്ടായി, അതിൽ നിന്നും വേദങ്ങൾ ഉണ്ടായി, തസ്മാത് അതിൽ നിന്ന് തന്നെ യജുർവേദം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സിമ്പിളായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത്, വേദങ്ങളും വേദാംഗങ്ങളും ഈ പുരുഷിൽ നിന്നാണ് ആവിർഭവിച്ചത്. വേദം നമുക്കറിയാം, ഋക്ക്, യജുസ്, സാമം, അഥർവം, ഇതാണല്ലോ വേദം. ഒന്നേ ഉള്ളൂ, നമുക്ക് പഠിക്കാനുള്ള സൗകര്യത്തിനായിട്ട് അത് നാലായിട്ട് വ്യസിച്ചിരിക്കുന്നു വേദവ്യാസൻ, ഇത്രയേ ഉള്ളൂ. ഋക്ക്, യജുസ്, സാമം, അഥർവം. അതിൽ നിന്നും വേദാന്തങ്ങളുണ്ട്. ഛന്ദാഗംസി ജജ്ഞിരേ എന്ന് വെച്ചാൽ, ഛന്ദാഗംസി എന്ന് പറഞ്ഞാൽ ഛന്ദസ് മാത്രമല്ല, ഈ വേദാംഗങ്ങൾ എന്ന് അർത്ഥമുണ്ട്. അപ്പൊ ഈ 4 വേദങ്ങൾ മാത്രമല്ല, അതിൻ്റെ കൂടെ വേദാംഗങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? 6 ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. ഇതാണ് 6. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. ഈ കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഏതൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. വളരെ 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 സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഋഗ്വേദം എന്ന് പറയുന്നത്, ഋഗ്വേദം എത്ര വോളിയമാണ് ഉള്ളത്? അതെല്ലാം നമുക്ക് പഠിച്ച് അതിലേക്കൂട്ട് പോകാൻ പറ്റൂ? അതിപ്പോ സാധ്യമല്ല. അപ്പൊ എന്താണ് പിന്നെ? ഋഗ്വേദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജ്ഞാനത്തെ സംബന്ധിച്ചുള്ളതാണ്. ജ്ഞാനത്തെ സംബന്ധിച്ചുള്ളതാണ്. യജുർവേദം എന്ന് പറയുന്നത് കർമ്മത്തെ സംബന്ധിച്ചുള്ളതാണ്, കർമ്മം. സാമവേദം എന്ന് പറയുന്നത് ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന അനുഭൂതി, ആനന്ദത്തെ സംബന്ധിച്ചാണ്. അഥർവവേദം എന്ന് പറയുന്നത്, എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ, അഥർവവേദം എന്ന് പറഞ്ഞാൽ വെറുതെ ചില മന്ത്രങ്ങളാണ്, അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ക്ഷുദ്രങ്ങൾ ഒക്കെ ചെയ്യുന്നതിനുള്ള മന്ത്രങ്ങളാണ്, മോശപ്പെട്ട, അങ്ങനൊന്നുമല്ല. 4 ഒരുപോലെ തന്നെയാണ്. അഥർവം എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളെയും സംരക്ഷിക്കുന്ന ചുമതലയാണ് ഈ അഥർവവേദത്തിനുള്ളത്. ഏതാ? ജ്ഞാനത്തെയും കർമ്മത്തെയും അതിലൂടെ അനുഭൂതമാകുന്ന ആനന്ദത്തെയൊക്കെ നിലനിർത്തുവാൻ എന്ത് ചെയ്യണം എന്ന് പറയുന്നതാണ് അഥർവവേദം. അതായത് ഋഗ്വേദത്തിലൂടെയും യജുർവേദത്തിലൂടെയും സാമവേദത്തിലൂടെയും ലഭ്യമായതിനെ നിലനിർത്തി തരുന്നതാണ് അഥർവവേദം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രത്യേക കാര്യമാണ്. വേദം എന്ന് പറയുന്നത്, ഋഗ്വേദം എന്ന് പറഞ്ഞാൽ, ഋഗ്വേദത്തിൽ തന്നെ പ്രധാനമായിട്ട്, ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം അത് ഇവിടെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞാണ്, ഋഗ്വേദത്തിൽ ഇതിനു മുമ്പുള്ള ഒരു കാര്യം. ഋഗ്വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് എങ്കിൽ പോലും അതിനകത്ത് പ്രധാനമായി പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഉപാസനയാണ് പഞ്ചഭൂത ഉപാസന. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഭൂമി ഉൾപ്പെടെ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഈ പഞ്ചഭൂതങ്ങളുടെ നിലനിൽപ്പ്, അതിനെ മലിനപ്പെടുത്താതിരിക്കാനുള്ള ആ ഒരു പ്രക്രിയ, പഞ്ചഭൂത ഉപാസന, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ അത് ആദ്യം തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഋഗ്വേദത്തിൽ തുടങ്ങുന്നത് തന്നെ അഗ്നിമേളെ പുരോഹിതം യജ്ഞസ്ത്വജം എന്നൊക്കെ പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. ഋഗ്വേദം അഗ്നിയെ സംബന്ധിച്ച് മാത്രമല്ല, ഈ പഞ്ചഭൂതങ്ങളെ സംബന്ധിച്ച് എന്നുള്ള അർത്ഥം അവിടെ എടുക്കണം. പക്ഷെ യജുർവേദം എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങൾ എങ്ങനെ നമ്മൾ കർമ്മരൂപത്തിൽ ചെയ്യണമെന്ന് യജുർവേദം നമ്മൾക്ക് പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെയാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ആനന്ദമാണ് സാമവേദത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ.
ഇത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതിന്റെ ഒരു എന്താന്ന് പറയുന്ന ഒരു സൂചന ഇത്രയോ. ഇവിടെ ഞാൻ നമ്മളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഭഗവാൻ ശ്രീ സത്യസായി ബാബയെ വേദസ്വരൂപൻ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് വേദസ്വരൂപൻ എന്ന് പറയുന്നത്? ഭഗവാന്റെ രൂപം വേദത്തിന്റെ രൂപമാണ്. നമ്മുടെ സഹസ്രനാമത്തിൽ 13 നാമങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് വേദത്തെക്കുറിച്ച്. ഭഗവാൻ സ്വാമി വേദപുരുഷായ നമ സഹസ്രനാമത്തിലുള്ള, വേദാത്മനേ നമ, വേദാംഗായ നമ, വേദകൃതേ നമ, വേദഗർഭായ നമ, വേദവേദ്യായ നമ, വേദസാരായ നമ, വേദവേദാന്ത തത്വാർത്ഥായ നമ, വേദവിദ്വൽ സദത് സംരക്ഷകായ നമ, വേദശാസ്ത്ര ഇതിഹാസ വിൽപ്പന്നായ നമ, വേദാന്ത സാരായ നമ, വേദാന്ത വിമലായ നമ, വേദാധീശ്വരായ നമ. ഇങ്ങനെയാണ് 13 നാമങ്ങളാണ് വന്നിരിക്കുന്നത് ഭഗവാനെ കുറിച്ച്. അങ്ങനെ ഭഗവാൻ വേദസ്വരൂപനാണ്, വേദപുരുഷനാണ് ഭഗവാൻ. വേദാത്മനേ നമ, ഭഗവാൻ ഇതിന്റെ ആത്മം വേദം തന്നെയാണ്. വേദ അംഗായ നമ, ഭഗവാന്റെ ശരീരവും വേദം തന്നെയാണ്. വേദകൃതേ നമ, കൃതം എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുകയാണ്, വേദത്തെ സൃഷ്ടിച്ചതും ഭഗവാനാണ്. വേദഗർഭായ നമ, വേദത്തെ ഗർഭാവസ്ഥയിൽ പോലും ഉൽപ്പാദിപ്പിച്ചത് ഭഗവാൻ തന്നെയാണ്. വേദവേദ്യായ നമ, വേദ്യം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നതാണ്. വേദവേദ്യായ, വേദത്തിലൂടെ അറിയപ്പെടുന്നവനാണ് ഭഗവാൻ. വേദസാരായ നമ, ഭഗവാൻ വേദത്തിന്റെ സാരസർവസ്വമാണ്. വേദാന്ത തത്വാർത്ഥായ നമ, ഭഗവാൻ വേദത്തിന്റെ തത്വാർത്ഥമാണ്. വേദശാസ്ത്ര ഇതിഹാസ വിൽപ്പന്നായ നമ, വേദങ്ങളും ശാസ്ത്രങ്ങളും ഉൽപ്പന്നമാക്കിയത് ഭഗവാനിലൂടെയാണ്. വേദ അധീശ്വരായ നമ, വേദത്തിന്റെ അധീശ്വരനാണ് ഭഗവാൻ. വേദാന്ത സാരായ നമ, വേദത്തിന്റെ സാരവത്താണ് ഭഗവാൻ. വേദാന്ത വിമലായ നമ, വിമല എന്ന് പറഞ്ഞാൽ മലമില്ലാത്ത പരിശുദ്ധം. വേദാന്ത വിമലായ നമ, വേദാന്തത്തിലൂടെയുള്ള പരിശുദ്ധി ആർജിച്ചവരാണ് ഭഗവാൻ. ഇതൊക്കെ പറയുന്നു. ഇതുകൊണ്ടൊക്കെ നമുക്ക് ഭഗവാൻ വേദസ്വരൂപൻ എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ ഭഗവാന് വേദസ്വരൂപൻ എന്ന് പറയുന്നു? ഭഗവാന്റെ ശരീരത്തിന്റെ പൊക്കവും വണ്ണവും വെച്ചുകൊണ്ടാണോ പറയുന്നത് ഭഗവാൻ വേദസ്വരൂപനാണ്? ഭഗവാൻ ധരിക്കുന്ന ആ അങ്കിയുടെ കളർ വെച്ചിട്ടാണോ പറയുന്നത്? അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേദത്തെ സംബന്ധിച്ച് പറഞ്ഞു, സ്വാമി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പലപ്പോഴും, വേദോഖിലോ ധർമ്മമൂലം. ഈ ധർമ്മം ഇതിനൊക്കെ മൂല കാരണമായിരിക്കുന്ന വേദമാണ്. അപ്പോ എന്താണ് ധർമ്മം? ഇത് 10 കാര്യങ്ങളാണ്. ധൃതി, ക്ഷമ, ദമോ, അസ്തേയം, ശൗചം, ഇന്ദ്രിയ നിഗ്രഹ, ധീ, വിദ്യ, സത്യം, അക്രോധോ, ദശകം, ധർമ്മലക്ഷണം. ദശകം എന്ന് വെച്ചാൽ 10 ലക്ഷണമാണ് ധർമ്മത്തിനുള്ളത്. എന്തൊക്കെയാണ്? ധൃതി, ക്ഷമ, ദമ, അസ്തേയം, ശൗചം, ഇന്ദ്രിയ നിഗ്രഹം, ധീ, വിദ്യ, സത്യം, അക്രോധം, ദശകം, ധർമ്മലക്ഷണം. ധൃതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിനുള്ള ഡിറ്റർമിനേഷൻ, അതാണ് ധൃതി. ക്ഷമ എന്ന് നമ്മൾ അർത്ഥം പറയേണ്ട കാര്യമില്ല, ക്ഷമ നമുക്ക് ആവശ്യമാണ്. ദമം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കലാണ് ദമം. അസ്തേയം മോഷ്ടിക്കാതിരിക്കലാണ് അസ്തേയം. ശൗചം ആന്തരികവും ബാഹ്യവുമായ ആ ശൗചം. എന്നും കുളിക്കുകയും വേണം, എന്നും നാമം ജപിക്കുകയും വേണം. എന്തിനാ? ആന്തരികവും ബാഹ്യവുമായ ശൗചം, അസ്തേയം. ഇന്ദ്രിയ നിഗ്രഹം, ഇന്ദ്രിയങ്ങൾ ആദ്യം നമ്മൾ കണ്ടു, ഇന്ദ്രിയങ്ങൾ നിയന്ത്രണം. ഇവിടെ ഇന്ദ്രിയ നിഗ്രഹമാണ് മറ്റൊരു കാര്യം, 10 ലക്ഷണങ്ങളിൽ ഒന്ന്. ധീ, ബുദ്ധി സാമർഥ്യം ഉണ്ടായിരിക്കണം. വിദ്യ, ആത്മജ്ഞാനം ഉണ്ടായിരിക്കണം. സത്യം, സത്യസ്വരൂപനായിരിക്കണം. അക്രോധം, ഒരിക്കലും ക്രോധം ഉണ്ടാവരുത്. ഈ 10 ലക്ഷണങ്ങളാണ് ധർമ്മത്തെ സംബന്ധിച്ചുള്ളത്. ഈ 10 ലക്ഷണങ്ങൾ ഭഗവാനുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഭഗവാനെ ധർമ്മസ്വരൂപൻ അല്ലെങ്കിൽ വേദസ്വരൂപൻ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മൾ ഈ ശ്ലോകം വെച്ചുകൊണ്ട് മനസ്സിലാക്കണം ഭഗവാൻ ആരാണ്. ഈ ധർമ്മത്തിന്റെ 10 ലക്ഷണങ്ങളും അതുപോലെ കാത്തു സൂക്ഷിച്ചിട്ടുള്ള അവതാര പുരുഷനാണ് ഭഗവാൻ.
ധൃതിക്ഷമാദമോ അസ്തേയം ശൗചമിന്ദ്രിയ നിഗ്രഹ ദീ വിദ്യ സത്യമക്രോധോ ദശകം ധർമ്മലക്ഷണം. ഈ ധർമ്മലക്ഷണം മുഴുവൻ ഉള്ള അവതാര പുരുഷൻ, പൂർണ്ണ അവതാരമാണ് ഭഗവാൻ. അതാണ് ഇവിടെ വേദപുരുഷൻ എന്ന് നമ്മൾ സ്വാമിയെ പറയാം. അതല്ല ചുമ്മാ വേദപുരുഷൻ എന്ന് പറയുമ്പോൾ ദിവസവും അവിടെ വേദം പറയുന്നതിന് സ്വാമി അനുവാദം കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും വേദം ചൊല്ലാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്, വേദം പഠിപ്പിക്കുന്നുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നുമല്ല. വേദാഖിലോ ധർമ്മമൂലം. ആ ധർമ്മം ഈ രീതിയിലാണ്. ഇതൊക്കെ ഭഗവാനിന്റെ ലക്ഷണങ്ങളാണ്, അവതാര പുരുഷന്റെ പൂർണ്ണ അവതാരത്തിന്റെ ലക്ഷണമാണ് എന്നുള്ള കാര്യമാണ്. അതാണ് ചന്ദാമുസി ജജ്ഞിരേ തസ്മാത് യജുസ് തസ്മാത് അജായത. ഋജത് സാമാനി ജജ്ഞിരേ. ഋക്ക് സാമം അഥർവം ഇതെല്ലാം ഉണ്ടായത് തസ്മാത് യജ്ഞാത് സർവകുത. ആ സർവത്തിനെയും ഹോമിക്കുന്ന യജ്ഞത്തിൽ നിന്നും ഉത്ഭൂതമായതാണ് ഈ വേദങ്ങളെല്ലാം എന്ന്. വേദാംഗങ്ങളും വേദാംഗങ്ങളും. വേദാംഗങ്ങൾ എന്ന് പറയാൻ ചന്ദാഗുംസി യജ്ഞിരേ എന്ന് പറയുന്നുണ്ട്. ആ ചന്ദാഗുംസി എന്ന് പറഞ്ഞാൽ വേദാംഗങ്ങളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, ഇങ്ങനെയുള്ള ഈ കാര്യവും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഭഗവാൻ വേദസ്വരൂപനാണ്. ഈ ശ്ലോകത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാനുള്ള ഒരു ത്രാണി ഉണ്ടാവണം. അടുത്തത് 11ാമത്തെ ശ്ലോകം ഒന്ന് വായിച്ചാട്ടെ. തസ്മാദശ്വ അജായന്ത ഏകേചോ ഭയാദദഃ ഗാവോപജജ്ഞിരേ തസ്മാദ് തസ്മാജാത അജാവയഃ. തസ്മാത് വീണ്ടും അത് തന്നെയാണ്, അവയിൽ നിന്നും. അശ്വ എന്ന് പറഞ്ഞാൽ കുതിരകൾ. അജായത ഉണ്ടായി, ജനിച്ചു. ഉഭയാദത രണ്ടു വരിപ്പല്ലുകളുള്ളതും. ഗാവ പശുക്കളും. തസ്മാത് അവനിൽ നിന്നും. ജജ്ഞിരെ ഉണ്ടായി. തസ്മാത് അവനിൽ നിന്നും. അജാവയ ആടുണ്ടായി. ചെമ്മരിയാടാണ് പറഞ്ഞത്. ആട് അജാവയ ജാത ഉണ്ടായി. അപ്പൊ അതിന് ലളിതമായ അർത്ഥം ആദ്യം എന്താണ്? ആ പുരുഷനിൽ നിന്നും രണ്ടു വരിപ്പല്ലുകളുള്ള കുതിരയും ചെമ്മരിയാടും പശുവും ഒക്കെ ജനിച്ചു. പശു, ആട്, കുതിര, 3 മൃഗങ്ങളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പശു, ആട്, കുതിര. എന്താ ഇതൊക്കെ ഇങ്ങനെ പറയാൻ കാര്യം? പ്രത്യേകിച്ച് ഇങ്ങനെ പറയുന്നു. ആ മൃഗങ്ങൾക്ക് രൂപവ്യത്യാസമുണ്ട്, നിറവ്യത്യാസമുണ്ട്, ശബ്ദവ്യത്യാസമുണ്ട്. 3നും ശബ്ദവ്യത്യാസം എന്താ? സിംഹം ഗർജിക്കും, നായാണെങ്കിൽ കുരയ്ക്കും, കുതിരയ്ക്കാണ് ഹലഹല ഹലഹല ശബ്ദമാണ്, ആട് അതിന് പ്രത്യേക ശബ്ദമാണ്. അജ എന്ന് പറയുമ്പോ ഇവിടെ പറയുന്നുണ്ട് തസ്മാത് ജാത അജാവയ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ ഈ വേദാർത്ഥ ചിന്തനം തുടങ്ങുന്ന ദിവസം പറഞ്ഞായിരുന്നു ഉച്ചാരണത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച്. ഈ അജ പറയുമ്പോൾ ശ്രദ്ധിക്കണം. അജ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആടെന്നാണ്. എങ്ങനെ ഉച്ചരിക്കുമ്പോഴാ? അജ എന്ന് ഉച്ചരിക്കുമ്പോൾ. ഈ അജ എന്നുള്ള വാക്ക് തന്നെ, ഈ ആടെന്നുള്ള വാക്ക് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ ഉച്ചരിക്കാം. എങ്ങനെയെന്നറിയോ? അജ അജ എന്ന് പറഞ്ഞാൽ അത് ഈശ്വരൻ എന്ന അർത്ഥം. അപ്പൊ ആട് എവിടെ കിടക്കുന്നു? ഈശ്വരൻ ആരാ? ഉച്ചാരണത്തിൽ വരുന്ന വ്യത്യാസമാണ്. അജ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ. അജ തസ്മാത് ജാത അജാവയ. അജാവയ അജ എന്ന് പറഞ്ഞാൽ ആട്. അപ്പൊ ആട് കൊണ്ട് അത് വന്നു. അപ്പൊ വ്യത്യസ്തങ്ങളായ സൃഷ്ടികളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സിംഹം, നായ, കുതിര, അല്ലെങ്കിൽ പശു, ആട്, കുതിര, ഇതൊക്കെ എടുക്കാം. ഓരോന്നിനും ഓരോന്നിൻ്റെതായ വ്യത്യസ്തങ്ങൾ. പല്ലുകളുടെ നിര ഉൾപ്പെടെ വ്യത്യസ്തങ്ങളാണ്. അതിനുള്ള സഞ്ചാരവും, ഒരെണ്ണം പെട്ടെന്ന് സഞ്ചരിക്കും, വേറെ ഒരെണ്ണം കുറച്ച് പതുക്കെ സഞ്ചരിക്കും, മറ്റൊരെണ്ണം തീരെ പതുക്കെ സഞ്ചരിക്കും. നിറമോ ഇതിന് വ്യത്യസ്തങ്ങളായ നിറങ്ങളാണ്. ആഹരിക്കലോ ഓരോന്നിനും ഓരോന്നിൻ്റെതായ ആഹാരം. ഉറക്ക സമയവും ഓരോന്നിനും ഓരോന്നിൻ്റെതായ ഉറക്കമുണ്ട്.
സേവന നിരതയോ? ചിലതൊക്കെ സേവനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചിലതൊന്നും അതില്ല. ഇപ്പൊ ഗോക്കളെ എടുക്കുക. പശു ഇവിടെ പറഞ്ഞു. ഗോക്കളെ പോലെ സേവനം തൽപരരായ മൃഗങ്ങളെ കിട്ടാൻ പാടാ. എന്താ കാര്യം? പശുവിൽ നിന്നല്ലേ നമുക്ക് പാല് കിട്ടുന്നത്, ആ പാലിൽ നിന്നല്ലേ നമുക്ക് തൈര് കിട്ടുന്നത്, അതിൽ നിന്ന് തന്നെ നമുക്ക് നെയ്യ് കിട്ടുന്നത്. പശുവിന്റെ പിന്നെ ഇത് ചാണകം നല്ല വളമല്ലേ, ശുദ്ധീകരണ പ്രക്രിയക്ക് ഏറ്റവും ഉപയോഗിക്കുന്ന കാര്യമല്ലേ. പശുവിന്റെ മൂത്രം, ഗോമൂത്രം, അതും ഒരു വളപ്രയോഗത്തിന് നല്ലത്. എന്താണ് പശു നമുക്ക് തരാത്തത്? ആർക്ക് വേണ്ടിയിട്ടാണ്? പശുവിന് വേണ്ടിയിട്ടാണോ ഇതൊക്കെ എടുക്കുന്നത്? പശുവാണോ കൃഷി ചെയ്യുന്നത്? അല്ലല്ലോ. ക്ലാവ് കൊടുക്കുന്ന പാലിന് അതിനൊരു അളവുണ്ട്, അതിൽ കൂടുതൽ അത് കുടിക്കത്തില്ല. പിന്നെ അവിടെ എങ്ങനെ നിൽക്കുമെന്നേ ഉള്ളൂ, അടുത്തിങ്ങനെ നിൽക്കും. അപ്പൊ എന്താ കാര്യം? അപ്പോ സേവന നിരതരായ മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മൃഗമാണ് പശു. പക്ഷെ സിംഹം അങ്ങനെയാണോ? അല്ല. നായ എങ്ങനെയാണോ? അതിന് മറ്റൊരു വിശേഷമുണ്ട്. മനുഷ്യനെ സ്നേഹിക്കാൻ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളതാണ് നായ. കുതിര ഇതുപോലെ ഇന്ദ്രിയങ്ങൾക്ക് യാതൊരു കെട്ടുപാടും ഇല്ലാത്തൊരു മൃഗമില്ല. എവിടെ ഒരു മൈതാനത്ത് കൊണ്ട് വിട്ടു നോക്കുക, കുതിര എങ്ങോട്ടാ പോകുന്നത് ആർക്കും അറിയാൻ പറ്റില്ല. അത് തോന്നി നടന്നു പോകും കുതിര. അപ്പോ ഇതിനൊക്കെ ഓരോരോരോരോ വ്യത്യാസങ്ങളുണ്ട്. ആ മൃഗങ്ങളുടെ പെരുമാറ്റത്തിലും, മൃഗങ്ങളുടെ നിറത്തിലും, മൃഗങ്ങളുടെ പിന്നെ ശബ്ദത്തിലും വേണ്ട ആ പഞ്ചഭൂതങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ മൃഗങ്ങൾക്കൊക്കെ വ്യത്യസ്തതയുണ്ട്. പക്ഷേ മനുഷ്യനങ്ങനെ, മനുഷ്യനിൽ നിന്ന് ചില വ്യത്യാസങ്ങളുണ്ട്. മനുഷ്യരിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ വിഷയം. പക്ഷെ നേരിട്ട് കാണുന്ന കാഴ്ച കാര്യങ്ങൾ ഒരേ തരത്തിലാണ്. വ്യത്യാസങ്ങൾ മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള ആ വ്യത്യാസങ്ങൾ ഇപ്പൊ നിറത്തെ സംബന്ധിച്ചോ സഞ്ചാരത്തെ സംബന്ധിച്ചോ ഒക്കെയുള്ള വ്യത്യാസങ്ങൾ അല്പസ്വല്പമൊക്കെ. ഇത് വളരെ പിന്നെ ഗംഭീരമായ വ്യത്യാസങ്ങളാണ്. ഇത് നമുക്ക് വാക്കുകളാൽ പറഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതാണ് ഇവിടെ പറഞ്ഞത്. തസ്മാത് അശ്വ അജായന്ത ഏകേജോ ഭയാദത ഗാവോഹ ജജ്ജിരേ തസ്മാത് ജാത അജാവയ. അതിൽ നിന്നും അജാവയ ഉണ്ടായി. അപ്പം പശുവ്, ആട്, കുതിര ഇതൊക്കെ ഈ യജ്ഞത്തിൽ നിന്നും ഉണ്ടായി. ഈ 3 മൃഗങ്ങളെ ഇങ്ങനെ പ്രത്യേകം കാണിച്ചിരിക്കുന്നത് ഈ ഒരു ആശയം കൂടെ നമ്മളെ ഒന്ന് ബോധിപ്പിക്കാനും കൂടിയാണ് ഈ സൂക്തത്തിലൂടെ ഇത് പറഞ്ഞു. തസ്മാത് അശ്വ അജായന്ത ഏകേജോ ഭയാദത ഗാവോഹ ജജ്ജിരേ തസ്മാത് ജാത അജാവയ എന്നതാണ്. അടുത്തത് 12ാമത്തെ ശ്ലോകം. അതുകൂടെ നമുക്ക് നോക്കാൻ സമയം കിട്ടുമെന്ന് നോക്കാം, ഒന്ന് പാരായണം ചെയ്താൽ. യത് പുരുഷം വ്യദതുഹു കദിധാ വ്യകൽപയൻ മുഖം കിമസ്യ കൗ ബാഹു കാ ഊരു പാദാവുച്ഛേദേ. യത് പുരുഷം വ്യദതു. യതെന്ന് പറഞ്ഞാൽ എപ്പോൾ, പുരുഷൻ എന്ന് പറഞ്ഞ പുരുഷനെ, വ്യദതു സങ്കല്പിച്ചുവോ, കഥിത ഏതു പ്രകാരത്തിൽ സങ്കല്പിച്ചുവോ, അസ്യ അവന്റെ, മുഖം കിം എന്താകുന്നു, മുഖം കിം അസ്യ മുഖം കിം അവന്റെ മുഖം എന്താണ്, മുഖം കിം അസ്യ എന്നാണ് ശ്ലോകത്തിൽ വരുന്നത്. പക്ഷെ നമ്മൾ തിരിച്ചു പറയണം, അസ്യ മുഖ കിം അവന്റെ മുഖം എന്താകുന്നു, കൗ എന്താണ്, ബാഹു കൈകൾ എന്താണ്, ഊരു പാദൗ തുടകളും കാലുകളും എന്താണ്, കൗ ഉച്ചതേ എന്താണെന്ന് അറിയപ്പെടുന്നു ചോദിച്ചിരിക്കുന്നത്.
പുരുഷന്റെ രൂപം എന്താകുന്നു? മുഖം, കൈ, കാൽ, തുട മുതലായ എന്താണ്? ഒറ്റ ചോദ്യമാണ്. 4 അവയവങ്ങൾ, 4 വർണ്ണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൽ കൂടെ അതൊക്കെ വരും. അതിന്റെ ഒരു എന്താണ് മുന്നോടിയായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ബ്രാഹ്മണോസ്യ മുഖമാസിത് ബാഹുരാജന്യകൃത ഊരു തദസ്യത് വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത. അപ്പൊ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഒക്കെ ഏത് നിലയോ, അത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. അതിന്റെയൊക്കെ മുന്നോടിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. യത് പുരുഷം വ്യതതു കഥിതാ വികൽപ്പയൻ മുഖം കിമസ്യ കൗ ബാഹു കാവൂരു പാദാ ഉച്ചതേ. പാദങ്ങൾ എന്താണ്, തുടകൾ എന്താണ്, കാലുകൾ എന്താണ്, മുഖം എന്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 വർണ്ണാശ്രമങ്ങളെയാണ് പുരുഷന്റെ മേല് സൂചിപ്പിച്ചിട്ട് അവയങ്ങളിൽ നിന്നും എന്തൊക്കെയാണ് ആവിർഭവിച്ചതെന്നാണ് ചോദ്യം. ഇത് ബ്രഹ്മജ്ഞാനത്തിലേക്ക് വന്ന, നമ്മൾ ആദ്യ സൃഷ്ടി നടന്ന സമയത്ത് പറഞ്ഞിരുന്നല്ലോ, ഋഷിമാരും സാധ്യന്മാരും ഋഷിമാരും ഇവരൊക്കെ കൂടെയാണ് ഈശ്വരനും കൂടെ ദേവന്മാരും ഋഷിമാരും സാധ്യന്മാരും, ഇവര് 3 കൂട്ടരും ആളാണ് പറഞ്ഞിരുന്നത്. അപ്പോ ആ കാര്യം തന്നെയാണ് ഈ ബ്രഹ്മവാദികൾ, അവരെ ബ്രഹ്മവാദികൾ എന്നോ, അവരിൽ നിന്നുണ്ടായ ഒരു ചോദ്യമാണ് ഈ പുരുഷന്റെ രൂപം എന്താണ്, ആ പുരുഷന്റെ മുഖം, കൈ, കാല് ഇത് എന്താണ്? ആദ്യത്തെ ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിലൊക്കെ നമ്മൾ മൃഗങ്ങളുടെ സൃഷ്ടി പ്രക്രിയകളും അതിന്റെ പ്രത്യേകതകളുമാണ് വിവരിച്ചത്. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ശ്ലോകത്തിൽ മനുഷ്യന്റെ സൃഷ്ടി പ്രക്രിയകളുടെ പ്രത്യേകതകള്, അതിന്റെ സൃഷ്ടി പ്രക്രിയയുടെ വിശേഷങ്ങള്, ഇതൊക്കെയാണ് ഇനി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് ഈ 13ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്, ബ്രാഹ്മണോസ്യ മുഖം. ഇവിടെ ചാതുർവർണ്ണത്തെ കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത്. ചാതുർവർണ്ണ്യം എന്താണ്? ചാതുർവർണ്ണ്യം ആരാണ് ബ്രാഹ്മണൻ, ആരാണ് ക്ഷത്രിയൻ, ആരാണ് വൈശ്യൻ, ആരാണ് ശൂദ്രൻ? വളരെ മനോഹരമായിട്ട് ശാസ്ത്രീയമായ രീതിയിൽ അതിന് പ്രതിപാദിച്ചിട്ടുണ്ട് ഈ പുരുഷ സൂക്തത്തിൽ, ഈ 13ാമത്തെ ശ്ലോകത്തിൽ. അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത് യത് പുരുഷം വ്യതതു കഥിതാ വികൽപ്പയൻ മുഖം കിമസ്യ കൗ ബാഹു കാവൂരു പാദ ഉച്ചതേ. ഇതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാലും എന്ന് പറയുമ്പോഴാണ് അടുത്ത ശ്ലോകത്തിലേക്ക് പോകുന്നത്. അടുത്ത ശ്ലോകം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ ഒരു ശ്ലോകം എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരു ക്ലാസ് മൊത്തം വേണ്ടി വരും. 40 ഒരു മണിക്കൂറെങ്കിലും വേണം. അത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അവലോകനമാണ് ഈ 13ാമത്തെ ശ്ലോകത്തിൽ നിലകൊള്ളുന്നത്. എന്താണ് ചാതുർവർണ്ണ്യം? നമ്മൾ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത്? ഇത് വളരെ ശാസ്ത്രീയമായിട്ട് ഇതിൽ വിശകലനം ചെയ്തിട്ടുണ്ട്. അത് ആ ശ്ലോകം ഞാനൊന്ന് പറയാം. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഊരു തദസ്യത് വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ ഓരോ അവയവങ്ങളും ഓരോ വർണ്ണങ്ങളും പറഞ്ഞിരിക്കുന്നത്? ഈ തമ്മിലുള്ള ബന്ധം എന്താണ്? എന്താണ് ഇതിന്റെ അന്തരാർത്ഥം? എന്താണ് നമ്മുടെ നിത്യജീവിതവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അത് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യാനുള്ളതുകൊണ്ട് നമുക്കത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. കാരണം അത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് ഈ 12ാമത്തെ ശ്ലോകം അതിന് മുന്നോടിയായിട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കി വെക്കുക. ഇന്നത്തെ ആ 4 ശ്ലോകങ്ങൾ 9, 10, 11, 12 ഇത് ഒന്ന് പാരായണം ചെയ്യണം. തസ്മാദ്യജ്ഞാ സർവഹുതഃ സംഭൃതം വൃഷദാജ്യം പശൂഗുംസ്താഗുംശ്ചക്രേ വായവ്യാൻ ആരണ്യാൻ രാമ്യാശ്ചയേ. തസ്മാദ്യജ്ഞാ സർവഹുതഃ ഋചഃ സാമാനി ജജ്ഞിരേ ഛന്ദാഗുംസി ജജ്ഞിരേ. തസ്മാത്
യജു തസ്മാദജായത തസ്മാദശ്വ അജായന്ത ഏകേചോ ഭയാധദഃ ഗാവോ കജജ്ഞിരേ തസ്മാദ് തസ്മാജാത അജാവയഃ യത് പുരുഷം വ്യദതുഃ കതിഥാ വ്യകൽപയൻ മുഖം കിമസ്യ കൗ ബാഹു കാവൂരു പാദാവുച്ഛേദേ. സായറാം. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം അതുകൂടെ വരുമ്പോഴേ ഇത് പൂർണ്ണമാവുള്ളൂ. ഈ 13ാമത്തെ ശ്ലോകം കൂടെ വരുമ്പോഴേ ഇതിന്റെ മുൻ ശ്ലോകങ്ങളും അതിന്റെ ബന്ധം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്ര പ്രധാനപ്പെട്ട ഒരു ഇതാണ് ആ 13ാമത്തെ ശ്ലോകം. ഈ ഭഗവത്ഗീതയിലൊക്കെ ഉണ്ടത് ചാതുർവർണ്ണം മയാശിഷ്ടം ഗുണകർമ്മ വിഭാഗശ ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡാണ്, കുറച്ചുകൂടെ ആന്തരിക തലത്തിൽ പോകുന്ന രീതിയിലാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ സൂക്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോ നമ്മുടെ ലക്ഷ്മണ മാഷുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും ശാന്തി മന്ത്രം ചൊല്ലിയാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സമർപ്പിക്കാം. മറ്റെന്തെങ്കിലും അഭിപ്രായം പറയാണ്ടേ? അതെ, മറ്റെന്തെങ്കിലും അഭിപ്രായം പറയാണ്ടേ പറയാം. സംശയമല്ല, മറ്റെന്തെങ്കിലും സംശയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിരാം. 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 സായിരാം.